بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂടെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ, സഹാബാക്കളുടെ കൂടെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സൂറത്ത് യാസീനാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ അസ്ഹാബുൽ ഖറിയ, ഒരു നാട്ടിലെ ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന ഭാഗത്താണുള്ളത്. ആ നാട്ടിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. ആദ്യത്തെ ഒരാൾ വന്നു, രണ്ടാമത്തെ ആൾ വന്നു, അവർക്ക് ശക്തി പകരാനായിട്ട് മൂന്നാമത്തെ ഒരാളും വന്നു. പക്ഷെ ആ നാട്ടുകാർ അംഗീകരിച്ചില്ല, പ്രവാചകന്മാരെ കളവാക്കി. ആ പ്രവാചകന്മാരും ആ നാട്ടുകാരും തമ്മിലുള്ള സംഭാഷണം ആണ് കഴിഞ്ഞ ആഴ്ച നാം അവസാനിപ്പിച്ചത്. അപ്പോൾ പറയാണ്, ആ നാട്ടുകാർ ആ പ്രവാചകന്മാരോട് പറയുന്ന വാക്കാണ് ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന. ഖാലു, ആ നാട്ടുകാർ പറഞ്ഞു, മാ അൻതും, നിങ്ങളല്ല, അഥവാ പ്രവാചകന്മാരോട് പറയാണ്, പ്രവാചകന്മാർ നിങ്ങളല്ല, ഇല്ലാ ബശറുൻ മിസ്ലുന, നമ്മളെപ്പോലെ മനുഷ്യന്മാരല്ലാതെ വേറെ ആരുമല്ല നിങ്ങൾ നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. വമാ അൻസലർ റഹ്മാനു മിൻ ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, ഒന്നും ഇറക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് അള്ളാഹുവിനെ ബോധ്യമുണ്ടായിരുന്നു, അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. പക്ഷെ ആ അള്ളാഹുവിൻ്റെ കൂടെ അവർ മറ്റുള്ളവരെ പങ്കു ചേർത്തപ്പോഴാണ് പ്രവാചകന്മാർ വന്നത്. അള്ളാഹുവിനെ അറിയാത്തൊരു സമൂഹം മുമ്പ് കടന്നു പോയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ തക്ദിബൂൻ, കളവ് പറയുന്നവരല്ലാതെയല്ല. കട്ടികൂട്ടാണ്, അതായത് നിങ്ങൾ കളവ് പറയുന്നവരാണ്. ആ പ്രവാചകന്മാരെ ആ നാട്ടുകാർ നിഷേധിക്കുകയാണ്. അപ്പോൾ ആ പ്രവാചകന്മാർ പറയാണ്, ഖാലു, ആ പ്രവാചകന്മാർ പറഞ്ഞു, റബ്ബുനാ യഅലമു, നമ്മുടെ റബ്ബ് അവനറിയാം, യഅലമു അവനറിയാം, ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഇന്നാ തീർച്ചയായും നമ്മൾ, ആ പ്രവാചകന്മാർ, ഇലൈക്കും നിങ്ങളിലേക്ക്, ലമുർസലൂൻ നിയോഗിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ആ പ്രവാചകന്മാരും ആ നാട്ടുകാരുമുള്ള സംഭാഷണം അല്ല പറയുന്നത്. എന്നിട്ട് ആ പ്രവാചകന്മാർ പറഞ്ഞു, വമാ അലൈന, നമ്മുടെ മേൽ ബാധ്യതയായിട്ടില്ല, ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായിട്ട് നിങ്ങളെ പ്രബോധനം ചെയ്യലല്ലാതെ, നിങ്ങൾക്ക് എത്തിച്ചു തരലല്ലാതെ, ബലാഗ് എത്തിക്കുക, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ റിസാലത്തു നിന്ന് ദൗത്യമേറ്റെടുത്ത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ ബാധ്യതയായിട്ടില്ല. ഇതാണ് ആ നാട്ടുകാരും പ്രവാചകന്മാരും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ആ നാട്ടുകാർ ആ പ്രവാചകന്മാരെ നിഷേധിച്ചു, എതിർത്തു. സാധാരണ രീതിയിൽ പണ്ട് കാലത്തേ ഉള്ളൊരു രീതിയാണ്, ഒരാൾ ഒരു സമൂഹത്തിലേക്ക് വന്ന് അവരെ നന്മ ഉപദേശിച്ചാൽ, അവരെ തിന്മ വിരോധിക്കുകയും അവരെ നന്മ ഉപദേശിക്കുകയും ചെയ്താൽ, ആ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങളെ വിലക്കുകയും ചെയ്താൽ, ആ നാട്ടുകാർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ നല്ല ആൾക്കാരെ, മുസ്ലിഹീങ്ങളെ അവർക്കെതിരെ തിരിയും, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉതിർത്തും. അതേപോലെ തന്നെ പണ്ട് കാലത്തെ ഉണ്ടായതാണ് ദുശഗുണമായിട്ട് അവരെ ഇതാക്കും. അപ്പോൾ ആ മുസ്ലിഹും, ആ
ദാഇയും ആ ദഅവത്ത് ചെയ്യുന്ന ആളും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ നാട്ടിന് ശാപാണ്. അത് പൊതുവെ അവർ പറയുന്നൊരു വാക്കാണ്. അവർ ദീനിനെതിരായിട്ട് അവരിങ്ങനെ കൊണ്ടുവരുന്ന കുറേ ആചാരങ്ങളുണ്ടാവും. അതിനെതിരെ ഒരാൾ ശബ്ദിച്ചാൽ, എങ്ങനെ ശബ്ദിച്ചാൽ, ഖുർആനും ഹദീസും വെച്ച് അതിനെതിരെ ഒരാൾ സംസാരിച്ചാൽ പൊതുവെ ആ നാട്ടുകാരെന്ത് ചെയ്യും, അവനെ ആ നാട്ടിലൊരു ദുശ്ശകുനമായിട്ട് കാണും. ആ നാട്ടിലെ ബർക്കത്തില്ലാതിരിക്കാൻ, ആ നാട്ടിൽ അപകടങ്ങൾ ഉണ്ടാകാൻ, അതിനൊക്കെ കാരണക്കാരനാരാകും, ഇയാളാകും. ആ നാട്ടിനെ നന്നാക്കുമെന്ന ആളാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും ബനൂ ഇസ്രായേൽ ഫിറഔൻ ഇതേ വാക്ക പറഞ്ഞത്. അള്ളാഹ് പറയാണ്, അവർക്ക് എന്തെങ്കിലും ഫിറഔൻ്റെ ആൾക്കാർക്കും അഹ്ലുകാർക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവർ നേരെ മൂസാ നബിനും ബനൂ ഇസ്രായേലിനും എതിരെ പറയും. ആ മൂസയാണ് ദുശ്ശകുനം. ആ മൂസ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ പ്രയാസം വന്നത്. മൂസൻ്റെ ആൾക്കാരുണ്ടായത് കൊണ്ടാണ് ഈ നാട്ടിൽ ഈ പ്രയാസം, ഈ ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെ പറയും. ഇനി എന്തെങ്കിലും ഖൈർ അവർക്ക് ലഭിച്ചാലോ അവർ പറയും, ഇത് നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്, നമ്മളതിൻ്റെ അർഹരാണ്. അത് തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിട്ട് ഇപ്പോഴും അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരാൾ ഹക്ക് മനസ്സിലാക്കി സത്യം ഏതെന്ന് ബോധ്യപ്പെട്ട് ആ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയാൽ ഇവനെ പറയും, ഇവൻ്റെ കുടുംബത്തെ പറയും. ഇനി എന്തെങ്കിലും പ്രശ്നം ആ നാട്ടിലുണ്ടായാൽ അതിൻ്റെ കാരണക്കാരനാരാകും, ആ നാട്ടിനെ നന്നാക്കുമെന്ന ആളാവും. ഖുർആനും ഹദീസും പറഞ്ഞ് ആ നാട്ടുകാരെ ഹക്കിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിച്ചവൻ കുറ്റക്കാരാകുന്ന അവസ്ഥ. അതാണ് എന്നെ അല്ലാഹു പറയാൻ പോകുന്നത്. ഖാലു, ആ നാട്ടുകാർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും, തതയ്യർന, നമ്മൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു, ബിക്കും, നിങ്ങളെക്കൊണ്ട് നമ്മൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു, നിങ്ങളെക്കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങൾ വരികയാണ്, ബുദ്ധിമുട്ടുകൾ വരികയാണ്. ലഇല്ലം തൻതഹു, നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങളിത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഹക്കിലേക്കുള്ള ഈ ദഅവത്ത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ലനർജുമന്നക്കും, നാം നിങ്ങളെ കല്ലെറിഞ്ഞോടിക്കും. റജമ എന്ന് പറഞ്ഞാൽ റീക എന്നർത്ഥം. ലനർജുമന്നക്കും, നമ്മൾ നിങ്ങളെ കല്ലെറിഞ്ഞോടിക്കും. വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, വലയമസ്സന്നക്കും, നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും, മിന്ന, നമ്മളിൽ നിന്ന്, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. അഥവാ ആ നാട്ടുകാർ ആ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും കളവാക്കുകയും ചെയ്തു. പിന്നീട് എന്താണ്, അവർ ആക്രമിക്കാൻ തുനിയാണ്, ഭീഷണി മുഴക്കുകയാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട്ടിലേക്ക് ഹക്ക് മനസ്സിലാകാത്തൊരു നാട്ടുകാർ, യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിയാത്ത, തിരിയാത്തൊരു വിഭാഗം ആൾക്കാർ, അനാചാരങ്ങളും മറ്റും ഖുറാഫാത്തുകളൊക്കെ മുങ്ങിക്കിടക്കുന്ന ആൾക്കാർ, ആ നാട്ടിലേക്ക് ഹക്കുമായിട്ട്, ഖുർആനുമായി ഹദീസുമായിട്ടൊരു വിഭാഗം ആൾക്കാർ വന്നു. ആ ഹക്കിലേക്ക് അവരെ ക്ഷണിച്ചു. ഇതേ അവസ്ഥയാണ് നേരിടേണ്ടി വരിക. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഹക്കിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഹക്കിനങ്ങനെ പെട്ടെന്ന് ആരും ചെയ്യില്ല, സ്വീകരിക്കൂല. പ്രയാസങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കെല്ലാം പറയാൻ റസൂലല്ലുള്ളൂ. റസൂല് റിസാലത്ത് കിട്ടി, സഫാ മലയുടെ മുകളിൽ കയറി. കഅബ എന്നുള്ളത് മലകൾക്കിടയിൽ ചുറ്റപ്പെട്ടതാണ് കഅബ. മക്ക മലകളുടെ നാടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മലയാണ് ഒന്ന് സഫ, പിന്നെ മർവ, പിന്നെ ജബൽ അബി ഖുബൈസ്, അങ്ങനെ പ്രധാനപ്പെട്ട മലകൾ. അപ്പോൾ സഫയുടെ മുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്നു. എന്നിട്ട് ആ നാട്ടുകാരെ വിളിച്ചു. ഒന്നാകെ ഓരോരുത്തരെയും പേരെടുത്ത് റസൂൽ വിളിച്ചു. മറ്റെല്ലാവരും ഒരുമിച്ച് കൂടി. റസൂൽ ചോദിച്ചു, ഈ മലക്ക് പിറകിൽ ഒരു സൈന്യം നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സത്യപ്പെടുത്തോ? അവർ പറഞ്ഞു, ആ സത്യപ്പെടുത്തും. മാ ജറബ്ന ഇലൈക മിൻക കദിബ, നിന്നിൽ നിന്ന് ഇതുവരെ ഒരു കളവ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ സത്യപ്പെടുത്തും. എന്നിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങളെന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം, നിങ്ങൾ വിജയിക്കും. എന്താക്കി? എതിർത്തു. റസൂൽ ഹക്ക് തുടങ്ങിയപ്പോൾ അവരെതിർത്തു. പ്രയാസങ്ങളായിരുന്നു. ആദ്യത്തെ 3 വർഷം റസൂൽ രഹസ്യമായി പ്രബോധനം ചെയ്തു. പിന്നീട് അങ്ങോട്ട് മക്കയിലുള്ള ആ 10 വർഷം
13 വർഷം എന്താണ് പ്രയാസത്തിൻ്റെ വർഷങ്ങളായിരുന്നു. 13 വർഷം ബുദ്ധിമുട്ടുകൾ അതിനെ കൂടിക്കൂടി വരികയാണ്, കുറയല്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിക്കൂടി വരികയാണ്. പിന്നെ അന്ന് റസൂലിൻ്റെ കൂടെ ആരുണ്ടായിട്ടില്ല, ആരുമില്ല അന്ന്. പിന്നെ ഇങ്ങനെ റസൂലിൻ്റെ പ്രബോധനം വിശാലമായി, ആൾക്കാർ കൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായ മദീനയിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആ രംഗം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്നുണ്ടെന്ന് വിളംബരം ചെയ്തു. നാനാഭാഗത്തുനിന്നും മദീനയിലേക്ക് ആൾക്കാർ വന്നു റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണം. കാരണം അതിൻ്റെ മുമ്പ് ഉമറുള്ളാൻ്റെ കൂടെയും അബൂബക്കർ സിദ്ദീഖിൻ്റെ കൂടെയാണ് സഹാബാക്കളെ ഹജ്ജ് ചെയ്തത്. റസൂൽ ആ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ഇസ്ലാമിൽ ഒറ്റ ഹജ്ജ് റസൂൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണമെന്ന ആശയിൽ ആൾക്കാർ കൂടി. ജാബിർദാൻ പറയാണ്, റസൂൽ എന്ത് ചെയ്തു? ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് കയറി യാത്ര ആരംഭിച്ചു. അലൽ ബൈദ, ബൈദ എന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായമാണ്. ഒന്ന് മദീനയിലെ മീഖാത്തിനടുത്തുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രദേശം, വിശാലമായി എല്ലാവരും പരസ്പരം കാണുന്ന ഒരു ഉയർന്ന പ്രദേശം. ആ സ്ഥലത്ത് റസൂൽ എത്തിയപ്പോൾ ജാബിർദാൻ പറയാൻ, ഞാൻ റസൂലിൻ്റെ അടുത്തുണ്ട്, ഒട്ടകത്തിൻ്റെ അടുത്തുണ്ട്. ഞാൻ റസൂലിൻ്റെ വലതു ഭാഗത്തേക്ക് നോക്കി. ഇല മദ്ദിബസരി, എൻ്റെ കണ്ണെത്താ ദൂരത്തോളം സഹാബാക്കളുണ്ടായിരുന്നു. ഞാൻ റസൂലിൻ്റെ ഇടത് ഭാഗത്ത് നോക്കി, അതേപോലെ എൻ്റെ കണ്ണെത്താ ദൂരത്തോളം സഹാബാക്കളുണ്ടായിരുന്നു. അതേപോലെ റസൂലിൻ്റെ മുൻപിലും പിറകിലുമായിട്ട് സഹാബാക്കളുണ്ട്. വ റസൂലുല്ലാഹി ബൈന അദ്ഹുരിന, അള്ളാഹിൻ്റെ റസൂൽ നമ്മുടെ നടുവിലായിരുന്നു. നോക്കിയേ, സഫാ മലയിൽ ആരുണ്ടായിട്ടില്ല കൂടെ. ഇന്നോ 1 ലക്ഷത്തിൽ കൂടുതൽ സഹാബാക്കൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇൻ്റെ ആ ഹജ്ജിൽ 1 ലക്ഷത്തിൽ കൂടുതൽ സഹാബാക്കൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്ഷമിക്കുക അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ. വിജയം അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ആക്ഷേപങ്ങളുണ്ടാവും, എതിരുണ്ടാവും, ഉപദ്രവിക്കാൻ ആളുണ്ടാവും, പക്ഷേ ഹക്കിനാണ് വിജയം. അത് യാഥാർത്ഥ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. എന്താ ഇവർക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ നാട്ടുകാർക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളെ കൊണ്ട് നമ്മൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, നിങ്ങൾ ഈ പണി നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നിങ്ങളെ കല്ലെറിഞ്ഞോടിക്കും, ഈ നാട്ടിൽ നിന്നും പുറത്താക്കും. എല്ലാ പ്രവാചകന്മാരുടെയും നോക്കിയാൽ എന്ത് ചെയ്യുക? ഈ ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു രംഗം കാണാൻ കഴിയും. ആരെന്തില്ല, പെട്ടെന്നങ്ങ് സ്വീകരിച്ചില്ല. എല്ലാവരും എതിർത്തിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, കുടുംബക്കാരെ മാറ്റി വേറെ സ്ഥലത്ത് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ അവസ്ഥ അതാണെങ്കിൽ നമ്മളിത് എന്തായിരിക്കും? അങ്ങനെ മുന്നോട്ട് പോലും. അത് അള്ളാഹിൻ്റെ തർത്തീബാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹക്ക് സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്ത് പ്രയാസം വന്നാലും നിരാശപ്പെടരുത്. ധൈര്യമാണ്. കാരണം നമുക്ക് മുമ്പിലുള്ളവരൊക്കെ നമുക്ക് മാതൃകയാണ് എല്ലാ വിഷയത്തിലും. അപ്പോൾ അവർ തിരിച്ച് മറുപടി പറയാണ്, ഖാലു ത്വാഇറുക്കും മഅക്കും, ഖാലു ആ പ്രവാചകന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ദുശ്ശകുനം നിങ്ങളുടെ കൂടെയാണ്. അഥവാ നിങ്ങളുടെ തെറ്റിയ വിശ്വാസമാണ്, ആ പിഴച്ച വിശ്വാസമാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, ഹറാമുകൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? അതിൻ്റെ പിറകിൽ ശിക്ഷകൾ ഉണ്ടാവും, മുസീബത്തുകൾ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിൻ്റെ കാരണത്താൽ അവൻ്റെ റിസ്ക് തടയപ്പെടും. റിസ്ക് തടയപ്പെടുമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ നിങ്ങളുടെ ദുശ്ശകുനം എന്നുള്ളത് നിങ്ങളുടെ കൂടെയാണ്. അഥവാ എന്താണ്? അവരുടെ തെറ്റിയ വിശ്വാസം, അവിടെ ആ നാട്ടിൽ നടക്കുന്ന ഹറാമുകൾ, ഇസ്ലാമിനെതിരെ നടക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ കൂടെയാണ്. ഐൻ ദുഃഖിറുത്തും, നിങ്ങൾ ഈ ഉപദ്രവിക്കുന്നത്, നിങ്ങളിങ്ങനെ ധിക്കാരം കാണിക്കുന്നത്, ഐൻ ദുഃഖിറുത്തും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ പേരിലാണോ, അഥവാ നിങ്ങൾക്ക് താക്കീത് നൽകിയതിൻ്റെ പേരിലാണോ? ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങൾ അതിരി കവിഞ്ഞൊരു വിഭാഗം തന്നെയാണ്. ആ പ്രവാചകന്മാർ നിരാശ പ്രകടിപ്പിക്കണം. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങൾ അതിരി കവിഞ്ഞ ഒരു വിഭാഗം തന്നെയാണ്.
ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ഒരാൾ കടന്നു വരുന്നത്. വജാ വന്നു, മിൻ അഖ്സൽ മദീന, ജാ എന്ന് പറഞ്ഞാൽ വന്നു, വജാ വന്നു, മിൻ അഖ്സൽ മദീന, മദീന എന്ന നാട്. അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം, ഒരറ്റത്തിനാണ് പറയാം. അപ്പോൾ ഈ റൂമിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ അഖ്സ എന്ന് പറഞ്ഞാൽ ആ ഭാഗം, അല്ലെങ്കിൽ അങ്ങനെ അറ്റം. അപ്പോൾ ആ നാട്ടിൻ്റെ വിദൂരമായ അറ്റത്തിൽ നിന്ന് എന്ത് ചെയ്തു? അഖ്സൽ മദീന, ആ വിദൂരത്തിൽ നിന്നും ഒരാൾ വന്നു. റജുലുൻ യസ്ആ, യസ്ആ എന്ന് പറഞ്ഞാൽ ഓടുക, ഓടിക്കൊണ്ടൊരാൾ വന്നു. ഖാല യാ ഖൗമി, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഇത്തബിഉ വൽ മുർസലീൻ, നിങ്ങൾ ഈ മുർസലീങ്ങളെ പിൻപറ്റിക്കോ. അദ്ദേഹം ആ നാട്ടിലെല്ലാവരും നിഷേധിച്ചു. അതിൽ ചില ആൾക്കാർ ഈ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയ ആൾക്കാരുണ്ട്. അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും കാണാം കുറച്ച് ആൾക്കാർ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും കാണാം കുറച്ച് ആൾക്കാർ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെതുണ്ട്, ഹൂദ് നബി അലൈഹി ഇസ്ലാം, സാലിഹ് നബി അലൈഹി ഇസ്ലാം. ഖുർആൻ പറഞ്ഞ ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ എന്തുണ്ട്? അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, രഹസ്യമായിട്ട് സംരക്ഷണം നൽകുന്ന, ബലം നൽകുന്ന ആൾക്കാർ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇത്തബിഉ വൽ മുർസലീൻ, നിങ്ങൾ ഇതാ മുർസലീങ്ങളെ പിൻപറ്റിക്കോ. അടുത്ത വാക്ക്, ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റ വഹും മുഹ്തദൂൻ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, മൻ ലാ യസ്അലുകും അജ്റ, നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെടാത്ത മുർസലീങ്ങൾ. മുർസലീങ്ങൾ എന്ത് ചെയ്യില്ല? റിസാലത്തിന് പ്രതിഫലം ആവശ്യപ്പെടൂല. അവരുടെ ദൗത്യമാണ്, അവർക്ക് അള്ളാഹു ഏൽപ്പിച്ച റിസാലത്ത് എന്ന വലിയ ദൗത്യമാണ്. അതിൽ പ്രതിഫലം ആഗ്രഹിക്കൂല, വാങ്ങും ചെയ്യില്ല. അപ്പം നിങ്ങളിൽ നിന്നും പ്രതിഫലം ആഗ്രഹിക്കാത്ത ആ ഒരു വിഭാഗത്തെ, വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്, അവരെ നിങ്ങൾ പിൻപറ്റുക. അദ്ദേഹം ആ സമൂഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും എന്ത് ചെയ്തു? ഇവർ എതിർത്തു, അദ്ദേഹത്തെയും ഇവർ എതിർത്തു. അപ്പോൾ അദ്ദേഹം പിന്നെ പറയാൻ, വമാലി, എനിക്കെന്താണ് കുഴപ്പം? വമാലി, എനിക്കെന്താണ് കുഴപ്പം? അദ്ദേഹത്തിൻ്റെ സംസാരവും ആ സമൂഹം കളവാക്കിയപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ അദ്ദേഹം പറയാൻ, വമാലി, എനിക്കെന്താണ് പ്രശ്നം? നിങ്ങളനുസരിച്ചിട്ടില്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം? ലാ അഅ്ബുദുല്ലദീ ഫതറനി വ ഇലൈഹി തുർജഊൻ. ലാ അഅ്ബുദുല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനായ ഒരുവനെ ആരാധിക്കാതിരിക്കുന്നതിൽ എനിക്കെന്താണ് പ്രശ്നം? ഞാൻ എന്ത് ചെയ്യും? ആ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ. നിങ്ങൾ എന്തു ആയിക്കോ. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങളൊക്കെ മടക്കപ്പെടുന്നത്. അത് അദ്ദേഹം നബിയല്ല, സാധാരണ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം അവർക്ക് ഉപദേശം നൽകിയപ്പോൾ ആ ഉപദേശം സ്വീകരിക്കാതിരുന്നപ്പോൾ അദ്ദേഹം സ്വന്തത്തിലേക്ക് വലിഞ്ഞു. ഇത് ഞാൻ അള്ളാഹുൽ മാത്രമേ ആരാധിക്കുള്ളൂ, എനിക്ക് നിങ്ങളോടിങ്ങനെ തർക്കിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്ത വാക്ക്, അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ ഇൻ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. അത് നമ്മുടെ വിഷയമാണ്. അത് ഇതുവരെ നടന്നത് സംഭാഷണം, ആ സംഭവമാണ് അവിടെ നടന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നെ പറയാൻ, അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആലിഹത്തുകളെ സ്വീകരിക്കുകയാണോ? ആലിഹത്ത് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവർ. ആലിഹത്ത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ആരാധിക്കപ്പെടുന്നത്. അപ്പം അള്ളാഹ്ക്ക് നൽകേണ്ട ഒരു ഇബാദത്ത് മറ്റൊരാൾക്ക് നൽകിയാൽ ആരായി? ആലിഹത്തായി. മനസ്സിലങ്ങനെ അള്ളാഹിനെ പോലെ ഇലാഹാണെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തൊരാൾക്ക് കൊടുത്താൽ അതെന്തായി? ആ ഇബാദത്ത് കൊടുക്കപ്പെട്ട ആൾ ആലിഹത്തായി, ഇലാഹായി. ഏത് നമ്മളിപ്പോൾ ഇതല്ല പറയുന്നത്, അതുകൊണ്ട് ഇത് പറഞ്ഞത്. അപ്പം അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇതെന്ത് ചെയ്തു? ഒരു ഇബാദത്ത് ഒരാൾക്ക് കൊടുത്താൽ ഓൻ ആലിഹത്തായി. അതാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ,
അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആലിഹത്തായി അഥവാ ഇബാദത്തുകൾ അർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വീകരിക്കുകയോ. എന്നിട്ട് ബാക്കി വാക്ക് നോക്കിക്കോ. ഈ യുരിദിനി റഹ്മാനു, അള്ളാഹു ഉദ്ദേശിച്ചാൽ, ബിദുർരിൻ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, ലാ തുഗ്നി അന്നീ ശഫാഅത്തുഹും, എനിക്ക് അവരുടെ ആ ആലിഹത്തുകളുടെ, അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരെയാണോ തേടുന്നത്, ആരെയാണോ ആശ്രയിക്കുന്നത്, അവരുടെ ശുപാർശ, അവരുടെ ശഫാഅത്ത് ഒരു ഉപകാരവും ചെയ്യൂല. ഇവിടെ ആ മനുഷ്യ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. അതുമല്ല, ആ നാട്ടുകാർക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ഈ ആയത്തിൽ മനസ്സിലാവും. എന്തില്ല, അവർക്ക് അള്ളാഹിനെ അറിയാതെ പോയിട്ടില്ല, അള്ളാഹുവിനെ അറിയാതെ പോയിട്ടില്ല. മറിച്ച് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് കൊടുക്കേണ്ട ചില ഇബാദത്തുകൾ എന്ത് ചെയ്തു, മറ്റുള്ളവർക്കും കൊടുത്തു. എന്തിന്? അവരിൽ നിന്നും ശുപാർശ പ്രതീക്ഷിച്ചുകൊണ്ട്, അവരിൽ നിന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അദ്ദേഹം പറയുന്നത് എന്തില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് അവരുടെ ഷഫാഅത്ത് യാതൊരു ഉപകാരവും ചെയ്യൂല. വലാ യുൻഖിദൂൻ, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തൗഹീദ് പറയാണ്. നമ്മൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ ഒരിക്കലും എന്തില്ല, അവരാരാധിച്ചിരുന്ന, അവർ അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്തിരുന്ന ആൾക്കാർ അള്ളാഹുവിന് തുല്യരായ ഇലാഹുകളായിട്ട് അവരും മനസ്സിലാക്കിയിട്ടില്ല. അവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഒരിക്കലും അള്ളാഹ്ക്ക് തുല്യരായിട്ട് എന്തില്ല, അവർ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ പറയും, ആര്, ഖബറിൻ്റെ അടുക്കലേക്ക് പോകുന്ന, ജാറത്ത് പോയിട്ട് ദുആ ചെയ്യുന്ന, മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ പറയും, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പഠിക്കാനുണ്ട്, ശരിക്കും മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുവിന് കൊടുക്കാനുള്ള കഴിവുണ്ടോ? ആ, ഉണ്ട്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പം മരത്തിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, കല്ലിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, മരിച്ച ഒരാളെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, ആ മരിച്ച ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിവ് കൊടുക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അങ്ങനെ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പം, അല്ല കൊടുത്ത കഴിവെന്നല്ലേ. ഒന്ന്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, ഏറ്റവും വലിയ ദുൽമായിട്ട് അള്ളാഹു പഠിപ്പിച്ചത് എന്താണ്? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹിൻ്റെ പേരിൽ ആരോപണം നടത്തുന്ന ആൾ, അവനേക്കാൾ അക്രമിയാരുണ്ട്. അപ്പം അള്ളാഹു അങ്ങനെ കൊടുത്തതായിട്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല, സഹീഹായ ഹദീസിലും അള്ളാഹു പറഞ്ഞിട്ടില്ല, ഇന്നൊരാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്, ഇന്നാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ പേരിലുള്ള കളവാണ്. അതിൻ്റെ പേരിലാണ് നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതന്നെ ഒന്നാമത്തെ ദുൽമ്, ഒന്നാമത്തെ പിഴവ്. രണ്ടാമത്തേത്, ഒരാൾ പറയാണ്, ആര്, ഒരു കൃഷ്ണേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ശ്രീകൃഷ്ണനോട് ഞാൻ ചോദിക്കുന്നു. ഇവരെ ഈ വാദപ്രകാരം അവൻ ആരല്ല, മുശ്രിക്കല്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് ജോസേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ഈസാനോട് ഞാൻ ചോദിക്കുന്നു. പറഞ്ഞൂടെ? അവർ രണ്ടാളും കാഫിർ. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മൊയ്തീൻ ഷേഖിനോട് ഞാൻ ചോദിക്കുന്നു, ഓ മുസ്ലിം. രണ്ടും മൂന്നെന്താ വ്യത്യാസമുള്ളത്? മൂന്നൊന്നാണ്. വലിയ അബദ്ധമാണത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് നോക്കിക്കോ. മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരും എന്താണ് വാദിച്ചത്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും ചോദിച്ചത്. തെളിവെന്താണ്? അവരുടെ തൽബിയത്ത്. മക്കത്തെ മുശ്രിക്കുകളുടെ തൽബിയത്ത്. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഇബ്രാഹിം മില്ലത്തിലായിരുന്ന ആൾക്കാരല്ലേ. ഇബ്രാഹിം മില്ലത്തിൽ നിന്നാണ് അവർ തെറ്റിയത്. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഹജ്ജ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? തൽബിയത്ത് പറയും, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക്. അങ്ങനെ പറയും. പിന്നെ പറയും ഇല്ലാ ശരീക്കൻ. ലബ്ബൈക എന്നാണ് അള്ളാഹു നിനക്ക് ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനൊഴികെ. ആ പങ്കുകാരൻ്റെ പ്രത്യേകത ഇതാണ്,
തംലികുഹു വമാ മലക്, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു, ആ പങ്കുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അഥവാ അള്ളാഹ് കൊടുത്ത കഴിവ്. അതേപോലെയാണ് അന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? അറബി ആയതുകൊണ്ട് ശരീക്ക് ഷിർക്ക് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ നാട്ടുകാർ എന്തില്ല, അറബി അറിയാത്തതുകൊണ്ട് ഷിർക്ക് എന്തോ വലിയ പാവാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പേ. അതുകൊണ്ട് ഷിർക്ക് എന്ന് പറയില്ല, വേറെ എന്തെങ്കിലും നല്ലൊരു പേരിട്ടിട്ട് പറയും. കൊടുത്ത കഴിവ് അതാണ് ശരിക്കും പഠിച്ചാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന രണ്ട് വാദം ഒന്നാണെന്ന് ശരിക്കും ബോധ്യപ്പെടും. അപ്പം എന്തില്ല, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഇലാഹാക്കലായി. ഇനി എനിക്ക് അത് ഇലാഹാണെന്നൊരു വിശ്വാസമില്ല. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇലാഹാണെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്തായി? അത് ദുആയി. ദുആ ആർക്കുള്ളതാണ്? അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ആ അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്ത് ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് കൊടുത്താൽ മഅബൂദായി, ഇലാഹായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യമൊന്നുമില്ല, അവിടെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇബാദത്ത് അങ്ങോട്ട് കൊടുത്താൽ ആരായി? ആരാധിക്കപ്പെടുന്നവനായി, ഇലാഹായി. അതാണ് ഇവിടെ ചോദിക്കുക, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ. അള്ളാഹുവിന് പറയാൻ നിങ്ങൾ ആലിഹത്തുകളെ സ്വീകരിക്കുകയാണോ? ആ ആലിഹത്തുകളിൽ നിന്നും അവർ എന്താ പ്രതീക്ഷിച്ചത്? ഷഫാഅത്ത്. അവിടെ പറഞ്ഞത് എന്ത്? അള്ളാഹു ശുപാർശ, ഷഫാഅത്ത്. അള്ളാഹു എന്തെങ്കിലും ഒരു ഒരു പ്രയാസം എനിക്ക് അള്ളാഹു തീരുമാനിച്ചാൽ ഇവരുടെ ഷഫാഅത്ത് എനിക്ക് ഒരു ഉപകാരവും ചെയ്യൂല അള്ളാഹിൻ്റെ അടുക്കൽ. അതുപോലെ വലാ യുൻഖിദൂൻ, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ് കാര്യം. ഇനി ഒരു ഹദീത്ത്, ഖുദ്സിയായ ഹദീത്താണ് അല്ലേ? ഖുദ്സിയായ ഹദീത്ത്, ഖുദ്സിയായ ഹദീത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് വഹ്യാൻ, ഖുർആനും വഹ്യാൻ. ഹദീസ് റസൂലിൻ്റെ വക പറഞ്ഞതല്ല. ചില ആൾക്കാർ അങ്ങനെ പറയും, ഹദീസല്ലേ നമുക്ക് ഖുർആൻ മാത്രം മതി. ഇല്ല, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. നമ്മുടെ മംഗലാരം ഭാഗത്ത് കുറേ ആൾക്കാരുണ്ട്, അഹ്ലുൽ ഖുർആൻ, ഖുർആൻ്റെ ആൾക്കാർ. അവർക്ക് ഹദീസില്ല. അവരോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആ ഖുർആൻ എവിടുന്ന കിട്ടിയെന്ന്. ഹദീസ് ഇല്ലാണ്ട് ആ ഖുർആൻ എന്തെങ്കിലും ഈ രൂപത്തിൽ കിട്ടൂല. കാരണം ഖുർആൻ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് ഏതാ? ഇഖ്റ ബിസ്മി. ഈ ഖുർആനിൽ ഒന്ന് ഖുർആനിലുള്ളതോ ഫാത്തിഹ. എങ്ങനെ കിട്ടിയ? ആദ്യം ഇറങ്ങിയ ഇഖ്റ എന്നല്ല ആദ്യം ഓതേണ്ടത്. പിന്നെ നീ ആദ്യം ഫാത്തിഹ ഓതുന്നത്? വഹിയില്ലാണ്ട് എന്തെയില്ല, അല്ല ഹദീസ് ഇല്ലാണ്ട് ഈ രൂപത്തിൽ ഖുർആനും നമുക്ക് കിട്ടില്ല. രണ്ടും വഹിയാണ്. ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. രണ്ടും ഒരേപോലെ നമുക്ക് പ്രമാണമാണ്. ഇപ്പോൾ ഖുർആൻ കൊണ്ട് ഒരു കാര്യം സ്ഥിരപ്പെട്ടു, സഹീഹായ ഹദീസ് കൊണ്ടൊരു കാര്യം സ്ഥിരപ്പെട്ടു. രണ്ടും തുല്യമാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, ഹദീസ് ഖുർആൻ പറഞ്ഞാൽ അത് ഓക്കെ, ഹദീസ് പറഞ്ഞാൽ ഒരു ഇത് അതുണ്ട്. ചില ആൾക്കാർക്ക്, നമ്മളെ കൂട്ടത്തിലെ ആൾക്കാർക്കുണ്ട്, ശ്രദ്ധിക്കണം. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യം, സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യം, രണ്ടും തുല്യമാണ്, ഒരു വ്യത്യാസമില്ല. ചെയ്യേണ്ടതിൽ സ്ഥാനത്തിൽ ഒരു വ്യത്യാസമില്ല. കാരണം എന്താണ്? രണ്ടും വഹിയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ സാധാരണ ഹദീസ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം അള്ളാഹു വഹിയായിട്ട് റസൂലിന് നൽകും. റസൂലിൻ്റെ വാക്കിൽ അത് പറയും. അതാണ് സാധാരണ ഹദീസ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അള്ളാഹു വഹിയായിട്ട് നൽകും, അതിൻ്റെ വാക്കുകളും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വാക്കായിരിക്കും. ഖുർആൻ പോലെ. പക്ഷെ ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ ഓതിയ കൂലിയാണ് അല്ലേ? ഓരോ ഹർഫിനും 10 പ്രതിഫലം റസൂൽ പറഞ്ഞല്ലേ? പക്ഷെ ഖുദ്സിയായ ഹദീസ് ഇങ്ങനെ വെറുതെ ഖുർആൻ ഓതിയാലോ കൂലില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ ഒരിക്കലും എന്തില്ല അനീതി കാണിക്കൂല, ദുൽമ കാണിക്കൂല. അത് അല്ലാഹു തീരുമാനിച്ചതാണ്. ഫജഅൽതുഹു ബൈനകും മുഹറമ,
അതുകൊണ്ട് നിങ്ങൾക്കിടയിലും പരസ്പരം അനീതി കാണിക്കുന്നത്, ദുൽമ് കാണിക്കുന്നത് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ തളാലമു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്പരം ദുൽമ് ചെയ്യരുത്. യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, അടിമകളെ നിങ്ങളെല്ലാവരും വഴിപിഴച്ചവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയവനൊഴികെ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഹിദായത്ത് നൽകും. അടുത്തത്, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ. ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് ഭക്ഷണത്തെ ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. അള്ളാഹ് പറയുന്ന നോക്കിയാൽ ഇത്രയും നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യമാണ്. അതുപോലെ അള്ളാഹ് എടുത്തു പറയാണ്, ഞാനാണ് ഭക്ഷണം നൽകുന്നവൻ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കണം. കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളെല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവനൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ധരിപ്പിക്കാൻ ആവശ്യപ്പെടുക, ചോദിക്കുക, ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കും. എന്നിട്ട് അത് പറയാണ്, നിങ്ങളെല്ലാ ആൾക്കാരും, ആദ്യത്തവരും അവസാനത്തെ ആൾക്കാരും, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരെയുള്ള ആൾക്കാർ, ഇൻസും ജിന്നും, രണ്ട് വിഭാഗം ആൾക്കാരും, അവരെല്ലാവരും ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് എല്ലാ ആൾക്കാരും എന്താക്കി? അവരിൽ ഏറ്റവും നല്ലൊരാളുടെ ഹൃദയം പോലെയായി. എന്നാലും മാസാദ ഫി മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ അതൊരു അധികം ഉണ്ടാക്കൂല, ഒന്നും കൂടൂല. അതേപോലെ നിങ്ങളെല്ലാവരും കൂടി അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങൾപ്പെട്ട ഏറ്റവും മോശപ്പെട്ട ഒരാളുടെ ഹൃദയം പോലെയായി. അത് മാനഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ നിന്ന് അതൊരു കുറവും വരുത്തൂല. അപ്പോൾ നമ്മൾ ചെയ്ത നമുക്കുണ്ട്, അള്ളാഹ്ക്കല്ല. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിൻ്റെ ദീന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത അള്ളാഹ്ക്ക് എന്തെങ്കിലും ഉണ്ടാ? അള്ളാഹു അള്ളാഹിൻ്റെ ദീൻ സംരക്ഷിക്കുന്നോ അള്ളാഹ് സംരക്ഷിക്കും, നമ്മൾ ആവശ്യമില്ല. പക്ഷെ അതിനു വേണ്ടി പണിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ ആഖിറത്ത് സലാമത്താക്കുക, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. ഇട്ടത് പറയാണ്, നിങ്ങൾ എല്ലാ ആൾക്കാരും കൂടിയിട്ട് എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു. ഫലൻ തബ്ലുഗു ളർരി, എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എല്ലാവരും കൂടി എനിക്കൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, അതും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് റസൂൽ പറയാണ്, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസാണ്. ഈ എല്ലാ ആൾക്കാരും, അന്നൽ ഉമ്മത ലവിജ്തമഅത്, ഈ സമൂഹം ഒന്നടങ്കം എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി. അല അൻ യൻഫഊക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, നിനക്ക് എന്തെങ്കിലും ഒരു ഖൈർ ചെയ്യാൻ, ഒരു നന്മ ചെയ്തു തരാൻ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി. പക്ഷെ എന്തില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു നന്മ ചെയ്താൽ എനിക്ക് തീരുമാനിച്ചാലും അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതല്ലാതെ അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല, ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെന്തില്ല, അതൊരാളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. അതേത് ജാറത്ത് പോയാലും ശരി, ഏത് മഖബറ പോയാലും, ഏത് ഖബറിനടുത്ത് പോയാലും, എവിടെ പോയാലും ശരി, അള്ളാഹു തീരുമാനിച്ചോ അത് സംഭവിച്ചിരിക്കും. ഇനി വലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, അവരെല്ലാവരും കൂടിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം എത്തിക്കാൻ, ബുദ്ധിമുട്ടെത്തിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു എന്താണോ നിനക്കെതിരെ തീരുമാനിച്ചത് അതല്ലാതെ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. അപ്പം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എന്തില്ല? മൻഫാത്തുല്ല, മളറത്തുല്ല. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഉപകാരമില്ല, ഉപദ്രവമില്ല. രണ്ടും എഴുന്നാണ് അള്ളാഹു എല്ലാം തീരുമാനിക്കുന്നത് ഖൈറാണ്. നമ്മളെ വെച്ച് നോക്കുമ്പം ഒന്ന് ഖൈറാവും, ഒന്ന് ഷർറാവും. എല്ലാ നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ പിന്നെ വേറെ പിന്നെ റബ്ബി അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക.
ശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നിസ്കാരത്തിൻ്റെ അവസാനം, തശഹുദിൻ്റെ അവസാനമുണ്ട്, നിസ്കാര ശേഷമുണ്ട്. ചെല്ലാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകിയത് തടയുന്നവനില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുന്നവനുമില്ല. അതാരായാലും ശരി, എവിടെ പോയാലും ശരി, അള്ളാഹു തീരുമാനിച്ചോ അത് വന്നിരിക്കും. ഒരാളെ കൊണ്ട് തടയാൻ കഴിയില്ല. അത് ഉറച്ചു വിശ്വസിക്കണം. കാരണം അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് ബാങ്ക് അപ്പോൾ ഈ ആയത്തിൽ ആ മൂന്നാമത് പ്രവാചകന്മാരെ സഹായിക്കാൻ വന്ന ഒരാൾ, പ്രവാചകന്മാരിൽ വിശ്വസിച്ച ഒരാൾ, അദ്ദേഹം ആ നാട്ടുകാർ ഉപദേശിക്കുകയാണ്, നിങ്ങളെന്തില്ല അള്ളാഹു അല്ലാതെ നിങ്ങൾ ഇലാഹാക്കി സ്വീകരിച്ച ആൾക്കാർ, അവരെ കൊണ്ടൊരു ഉപകാരം ഒരു ഉപദ്രവം നിങ്ങൾക്ക് എന്തില്ല കിട്ടൂല. അതിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു റഹ്മാനായ അള്ളാഹ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം തീരുമാനിച്ചാൽ നിങ്ങളുടെ ഈ ആൾക്കാർ, നിങ്ങൾ അള്ളാഹു അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, അവരുടെ ഒരു ഷഫാഅത്തും അള്ളാഹിൻ്റെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെടില്ല. അതുപോലെ തന്നെ അവരെന്നെ ആ പ്രയാസത്തിൽ നിന്നും അവരെന്നെ രക്ഷിക്കുകയുമില്ല, അവരതിന് കഴിയില്ല അവർക്ക്. അതാണ് ഈ അപ്പം അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ആ അദ്ദേഹത്തിൽ നിന്ന് മൻഫാഅത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു നന്മ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, ഒരു പ്രയാസം തടയുമെന്നും പ്രതീക്ഷയുണ്ട്. ഈ രണ്ട് പ്രതീക്ഷ കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് ആൾക്കാർ പോകുന്നത്. അതല്ലാണ്ട് ഒരിക്കലും പോകില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് തിരിയുന്നത്. ഇത് രണ്ടില്ലെങ്കിൽ തിരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു എതിർക്കുന്നത്. എന്തില്ല, അള്ളാഹ് ഇങ്ങനെ ആ സംഭവം വിശദീകരിച്ച് നമുക്ക് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഞാനല്ലാത്ത മറ്റൊരാളുടെ ഇലാഹായി സ്വീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. കാരണം എൻ്റെ തീരുമാനം തടയാനോ ഞാൻ തീരുമാനിച്ചത് എതിർത്തിട്ട് നിങ്ങൾക്ക് തരാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അത് വെറും ബാത്തിലാണ്, പാഴ്വേലയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തടയുമെന്ന് പ്രതീക്ഷിക്കലും മിഥ്യാധാര, ഒരു കാര്യമില്ല അതിൽ. അപ്പോൾ ശിർക്ക് എന്നുള്ളത് തൗഹീദിന് നേരെ എതിരാണ്. ആ ശിർക്ക് എന്നുള്ളത് എന്താണ്? ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്തതാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇലാഹായി സ്വീകരിക്കുകയും അവരിൽ നിന്ന് നന്മകൾ പ്രതീക്ഷിക്കുകയും എന്തെങ്കിലും പ്രയാസം തടയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്താൽ ഇന്നി ഞാൻ ഇദൻ അങ്ങ് ആ ഒരു സന്ദർഭത്തിൽ ലഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ വഴികേടിലാകുന്നു. അപ്പോൾ ഈ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാർ ആരാണ്? ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്, അവർ ഷിർക്കിലാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ പറഞ്ഞു, എന്നിട്ട് അതിനൊക്കെ തള്ളി, ഇതാണ് സംഭവം, ഇങ്ങനെ വിശ്വസിച്ചാൽ ഇങ്ങനെയാണ് ആവുക, അതുകൊണ്ട് ഞാൻ എന്താണ്, ഇന്നി തീർച്ചയായും ഞാൻ ആമൻതു ബിറബ്ബിക്കും, ആ പ്രവാചകന്മാരോട് പറയാണ്, ഇന്നി ആമൻതു ബിറബ്ബിക്കും, ആ നിങ്ങളുടെ റബ്ബിനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഫസ്മഊൻ, നിങ്ങളെന്നെ കേൾക്കുക. ആരോട്? മറ്റുള്ള ആൾക്കാരോട്, ആ സമൂഹത്തിനോട്, നിങ്ങൾ എന്നെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചോ, കേട്ടോ. ഇതൊക്കെ അഥവാ ഷിർക്കിൻ്റെ പാപ്പരത്വം, അതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്നുള്ളത് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആമൻതു ബിറബ്ബിക്കും, ഈമാനാണ് എല്ലാത്തിനും പരിഹാരം, തൗഹീദാണ് എല്ലാത്തിനും പരിഹാരം. മുവഹിദായ ഒരാൾ എന്തില്ല, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സൻ, എന്തുകൊണ്ട്?
കാരണം അവൻ എന്ത് പ്രതീക്ഷിക്കുന്ന ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. എന്ത് വന്നാലും അത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം എന്നിൽ ഖൈറാകാൻ അവൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പൊരുത്തക്കേടുണ്ടാവുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തില്ല? അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകൂല, സമാധാനമായിരിക്കും. അതാണ് അള്ളാഹു പറഞ്ഞത്, മുവഹിദീങ്ങൾക്കാണ് സമാധാനം, ഈമാനിലാണ് സമാധാനം. അതല്ലാത്തവർക്ക് പല പേടിയുണ്ടാവും. എന്തെങ്കിലും ചെയ്താൽ ആടുന്നൊരു പേടി, ഇടുന്ന എന്തെങ്കിലും വരുമോ, ആടുന്ന എന്തെങ്കിലും വരുമോ. മുവഹിദീങ്ങൾക്കോ ഒരു പൂച്ചവാന പേടി. അവർ പേടിക്കാൻ കാരണമുണ്ട്. അവർ മറ്റുള്ളവരിൽ നിന്ന് എന്തുണ്ട്? മൻഫഅത്തും മദറത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. മുവഹിദീങ്ങൾക്ക് അതില്ല. അള്ളാഹനല്ലാതെ ഒരാളെയും പേടിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നാണ് എല്ലാം കിട്ടുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. അവനക്ക് സംഭവിച്ച ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടി ചേർക്കേണ്ട ആവശ്യമില്ല. അല്ല അള്ളാഹിൻ്റെ തീരുമാനം. അതാണ് മുവഹിദീങ്ങൾക്കുള്ള സമാധാനം. അള്ളാഹു പറഞ്ഞല്ലോ, മുവഹിദീങ്ങൾക്കാണ് സമാധാനമുള്ളത്. അമ്ന്, നിർഭയത്വമുള്ളത് മുവഹിദീങ്ങൾക്കാണ്, ഈമാനുള്ളവർക്കാണ്. ആ നിർഭയത്താണത്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വിഷയം അവിടെ അവസാനിച്ചു. നിർത്തല്ലേ? നമുക്ക് പറയൂ. അങ്ങനെ അങ്ങനെ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഈ നന്മ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ബുദ്ധിമുട്ട് തടയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുണ്ടല്ലോ, കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. അതാണ് അവർക്ക് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? യാത്ര പോകാൻ ഇറങ്ങി, പെട്ടെന്ന് ഒരു കറുത്ത പൂച്ച മുമ്പിലെ ഓടി. ഓൻ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറും. എന്തോ വരാനുണ്ട്. ഒരു മുവഹിദായ ആൾ എന്താ, ഓനിക്ക് എന്ത് വന്നാൽ എന്താ, പൂച്ച ഓടിയാലോ പന്നി ഓടിയാലോ കുറുക്കൻ ഓടിയാലോ അള്ളാഹ് തീരുമാനിച്ചതേ നടക്കൂ, അതിനപ്പുറം ഒന്നും നടക്കൂല. അതാണ് മുവഹിദീങ്ങൾ. മറ്റുള്ളവർക്ക് പേടിയാണ്, ബേജാറാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്തു? രാത്രി ഇങ്ങനെ ഇരിക്കണം വീട്ടിൽ, പെട്ടെന്ന് കറണ്ട് പോയിട്ട് ഒന്ന് വന്നു, അതെന്തോ വരാനുണ്ട്. മുവഹിദോ ഓനക്ക് അള്ളാഹ് നിശ്ചയിച്ചതേ വരുള്ളൂ. അതാണ് ഈ മാനില്ലെങ്കിൽ എന്ത്, മനസ്സ് അസ്വസ്ഥമാണ്. എന്തെങ്കിലും ആ സമയത്ത് വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു, ആ നേരത്തെ പൂച്ച ഓടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് സംഭവിച്ചത്, അതിൻ്റെ പരിഹാരം ഇന്നത്. പിന്നെ കുറേ നൂലാമാലകൾ, വെറുതെ സമ്പത്തും ചിലവാകും, സമയവും ചിലവാകും, ആരോഗ്യം ചിലവാകും. മുവഹിദീങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതിൻ്റെ അള്ളാഹുവിനോട് അള്ളാഹുവെ പ്രയാസം നീക്കിത്തരണേ, ബുദ്ധിമുട്ട് നീക്കിത്തരണേ, അള്ളാഹിനോട് ദുആ ചെയ്യും. ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതും ചെയ്യും. കഴിഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തിട്ടും അത് ബാക്കിയുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ ഭാഗത്തുള്ളതാണ്. മറ്റോരോ പിന്നെയും മാറി അവിടെ പോവും. അവിടെ പോയിട്ട് ശരിയല്ലെങ്കിൽ മറ്റടുത്ത് പോവും, അവിടെ പോയിട്ടെങ്കിൽ വേറെ അടുത്ത് പോവും. അതാണ് ഈമാൻ ഇല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. അല്ലേ? എന്തൊക്കെ മക്കത്തെ മുശ്രിക്കുകൾക്കുണ്ട്. എന്ത് പക്ഷി പറന്നാലുണ്ട്, അവരിങ്ങനെ എന്ത് ചെയ്യും? അവർ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയാൽ അവരുടെ എതിർദിശയിലേക്കൊരു പക്ഷി പറന്നാൽ അവർ യാത്ര അവസാനിപ്പിക്കും. അവർക്ക് പേടിയാണ്. ആ യാത്രക്ക് എന്തോ ഒരു ദുശ്ശകുനം വരാനുണ്ട്, എന്തോ പ്രയാസം വരാനുണ്ടെന്ന് വിശ്വാസം. നമ്മുടെ നാട്ടിലും കുറേ ആൾക്കാരുണ്ട്. അത് ഓരോ നാട്ടിലും ഓരോ പക്ഷിയാണ്. കാരണം ദീനില്ലല്ലോ, അസ്ലില്ലല്ലോ, അടിസ്ഥാനമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ നാട്ടിൽ എന്താണോ അധികമായി കാണുന്നത് അത്. ഓരോ രാജ്യക്കാർക്കും ഓരോ ദേശമൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഓരോ നാട്ടിലും കാണുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ദുഷ്ടകനും ഓൻ നിശ്ചയിക്കും, ഓൻ തീരുമാനിക്കും. അള്ളാഹു കാക്കട്ടെ. അതൊക്കെ ഇൽമില്ലാത്തത് കൊണ്ടും യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ എല്ലാ മനസ്സുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ തൗഹീദ് അനുസരിച്ച് അതിൽ മുന്നോട്ട് ജീവിക്കാൻ, ഒരു അല്ലലും തല്ലലും പ്രയാസമില്ലാതെ സുരക്ഷിതമായ തൗഹീദിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അപ്പം തൗഹീദ് കിട്ടാൻ അത് അള്ളാഹിൻ്റെ ഭാഗത്തുള്ള തൗഫീഖാണ്. അള്ളാഹു തീരുമാനിച്ച ആൾക്കാർക്ക് എന്തുള്ളൂ? തൗഹീദുള്ളൂ. അള്ളാഹിൻ്റെ ഭാഗത്തുള്ള തൗഫീഖാണ്. അതിനെന്ത് ചെയ്യണം? ദുആ ചെയ്യുക, അള്ളാഹിനോട് ചോദിക്കുക.
അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഹക്ക് ഏതാണോ അള്ളാഹ് അതെനിക്ക് ബോധ്യപ്പെടുത്തിത്ത, തൗഹീദിലേക്ക് തന്നെ നീ വഴി നടത്ത്. അത് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം എന്തെയും അള്ളാഹു ആ ഹൃദയത്തെ തൗഹീദ് കൊണ്ട് പ്രകാശിപ്പിക്കും. ഇനി അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, കഴിയില്ല. അതുകൊണ്ട് ദുആ എല്ലാം അള്ളാഹിനോട് മാത്രം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹിനോട് തൗഫീഖിന് വേണ്ടി, ഹിദായത്തിൻ്റെ തൗഫീഖിന് വേണ്ടിയിട്ട്. അള്ളാഹിൻ്റെ ഭാഗത്തുള്ള വലിയ തൗഫീഖാണ് ഹിദായത്ത്. അപ്പോൾ ആ രീതിയിൽ അള്ളാഹിനോട് ദുആ ചെയ്യുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹിനോട് മാത്രം. വേറെ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചിട്ട് കിട്ടൂല, അതിൻ്റെ കഴിവ് ഇല്ല അവർക്ക്. തരേണ്ടത് അള്ളാഹുവാണ്. ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. മറ്റൊരാൾക്ക് നമ്മളെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല, നമ്മളെ ഹിദായത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അവർ സ്വയം നമ്മളെപ്പോലെ ബലഹീനരാണ്. പിന്നെ എങ്ങനെ നമ്മളെയും കൊണ്ടുപോവുക? അവർക്ക് സ്വന്തം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു ഉണ്ടായിരിക്കെ ആ അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി തരട്ടെ. ആ ഉൾക്കൊണ്ട തൗഹീദ് മരണം വരെ ഒരു പോറലും ഏൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടവർ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളാ കണ്ടോർമ്മയില്ല. നിങ്ങളെ മക്കളിലുണ്ട്.